rocket! ഹായ് ചിത്രശലഭങ്ങൾ, പക്ഷികൾ, നല്ല രസം. ഹായ്, എത്ര തുമ്പികളാ. ഷോ, ഇത്ര കാലമായിട്ട് ഞാൻ ഈ ഹില്ലിൽ വന്നില്ലല്ലോ. വാട്ട് എ ബ്യൂട്ടിഫുൾ ഹിൽ. വൗ! ദേ ഒരു ബിൽഡിംഗ്. ഹായ്, നല്ല ഭംഗി. ഒന്ന് കേറി നോക്കാം. ഇതിനകത്ത് ആരുമില്ലല്ലോ. പിന്നെ ഇതാർക്ക് വേണ്ടിയാ ഈ കെട്ടിടം ഉണ്ടാക്കി വെച്ചത്? ഹേയ്, ആരുമില്ലേ ഇവിടെ? ഹലോ, ആരുമില്ലേ? ഡോറ് താനെ തുറക്കുന്നു. അയ്യോ, എനിക്ക് പേടിയാവുന്നു. രക്ഷിക്കണേ, ഡോർ അടിച്ചേ, ഞാൻ ഉള്ളിൽ പെട്ടുപോയേ. അയ്യോ, എന്താ സെയിം? വല്ല സ്വപ്നവും കണ്ടതാവും. ഇതുപോലൊരു പേടിത്തൊണ്ടനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പോ അതൊരു സ്വപ്നമായിരുന്നു. ഹാവൂ, ആശ്വാസമായി. ക്ലോക്കിലേക്കൊന്ന് നോക്കിയേ സെയിം. കൊള്ളാം, നല്ല ക്ലോക്ക് നടക്കുന്നുണ്ടല്ലോ. അതിന്റെ ഭംഗി നോക്കാനല്ല, ക്ലോക്കിലെ സമയം നോക്കാനാ പറഞ്ഞത്. പുലർച്ചെ 2 മണിയായി. കിടന്നുറങ്ങ് സെയിം. ഉറക്കം പോയില്ലാമി. നിങ്ങൾക്ക് ഞാനിപ്പോ കണ്ട സ്വപ്നത്തിന്റെ കഥ പറഞ്ഞു തരട്ടെ? പ്ലീസ്, ഉപദ്രവിക്കരുത്, അതും ഈ സമയത്ത്. നിങ്ങൾ കേൾക്കേണ്ട കഥയാ. പ്ലീസ്, ഞാൻ പെട്ടെന്ന് പറയാം. ഇവനെ കൊണ്ട് രക്ഷയില്ല. ശരി, പറഞ്ഞിട്ട് വേഗം കിടന്നുറങ്ങ്. ഗാർഡൻ ഹിൽ എന്നൊരു സ്ഥലമുണ്ട്. നല്ല രസമുള്ള സ്ഥലമാ. എന്തോരം പക്ഷികളും തുമ്പികളും ഉണ്ടെന്നോ. ബട്ടർഫ്ലൈസ് ഇല്ലേ? യെസ്, ഇഷ്ടം പോലെ. ഞാൻ അവരോടൊപ്പം ഓടിക്കളിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ അതിനടുത്തുള്ള ഒരു കെട്ടിടത്തിൽ കയറി. എന്നിട്ട് ആരോ എന്നെ അതിനകത്തിട്ട് പൂട്ടിക്കളഞ്ഞു. അത് അവിടുത്തെ വാച്ച്മാൻ ആയിരിക്കും. നിന്നെ കണ്ടപ്പോൾ ഒരു കള്ളനാണെന്ന് തോന്നിക്കാണും. അല്ല, അയാളെ കുറ്റം പറയാനും പറ്റില്ല. വേണ്ട ലാമി, ഞാൻ ശരിക്കും പേടിച്ചു പോയി. സാരമില്ല സെയിം, അത് സ്വപ്നമല്ലേ. പ്രാർത്ഥിച്ച് കിടന്നോട്ടോ. ലാമി, ശരിക്കും അങ്ങനെ ഒരു ഹില്ലുണ്ടാവോ? ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പോയാലോ? കിടന്നുറങ്ങ് സെയിം. അല്ല ലാമി, എന്റെ മനസ്സ് പറയുന്നു അങ്ങനെ ഒരു ഹില്ല് ശരിക്കും ഉണ്ടെന്ന്. ഗാർഡൻ ഹിൽ. സീം പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ഹിൽ ഉണ്ടെങ്കിൽ തന്നെ അതൊരു ഗോസ്റ്റ് ഹിൽ ആയിരിക്കില്ലേ? അത് ശരിയാണല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെ പോവും? അതൊന്നും എനിക്കറിയില്ല. ഞാൻ ആലോചിച്ചിട്ട്. സമയം പുലർച്ചെ 2 മണി. പ്രേതങ്ങൾ ഇറങ്ങുന്ന സമയാ. അയ്യോ, ഗുഡ് മോർണിംഗ്. ഗ്രാൻഡ്പാ ഹില്ല് കണ്ടിട്ടുണ്ടോ? പിന്നെ ഒത്തിരി ഹിൽ കണ്ടിട്ടുണ്ട്. കുന്നും മലകളുമെല്ലാം നിറഞ്ഞതല്ലേ നമ്മുടെ നാട്. ഗ്രാൻഡ്പാ ഗാർഡൻ ഹിൽ കണ്ടിട്ടുണ്ടോ? ഗാർഡൻ ഹിൽ? ആ പേരെവിടെയോ കേട്ടതുപോലെ. എവിടെയോ ഒന്ന് ഓർത്തു നോക്ക് ഗ്രാൻഡ്പാ. കിട്ടി, ഓർമ്മ വന്നു. ഗാർഡൻ ഹിൽ അധികം ദൂരെയൊന്നും അല്ല. കണ്ടോ ലാമി, അപ്പൊ അങ്ങനെ ഒരു ഹിൽ ശരിക്കുമുണ്ട്. അധികം ദൂരെയല്ല എന്ന് പറയുമ്പോൾ? ബനാന ഐലൻഡിന്റെ അതിരിൽ ഒരു കായലുണ്ട്. അതങ്ങ് വടക്കാ. ആ കായല് കടന്നാൽ ഫോറസ്റ്റാ. ആ ഫോറസ്റ്റിനപ്പുറം കിഴക്ക് ദിശയിലാണ് ഈ പറഞ്ഞ ഗാർഡൻ ഹിൽ. പക്ഷെ ഞാൻ പോയിട്ടില്ല. ആ ഹില്ലിൽ ആൾതാമസമില്ല എന്നാ ഞാൻ കേട്ടത്. ആരായിരിക്കും ആ ഡോറ് തുറന്നതും അടിച്ചതും? ഏത് ഡോറ്? അത് ഒന്നുമില്ല. ശരി ഗ്രാൻഡ്പാ, സീ യു. ശരി. ഗ്രാൻഡ്പാ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഏതാണ്ട് ഈ ഭാഗത്തായിരിക്കും ഗാർഡൻ ഹിൽ. പക്ഷേ അത്രയും ദൂരം നമ്മൾ എങ്ങനെ എത്തും? അതിനല്ലേ നമ്മുടെ ഹാപ്പി കിഡ്. ശരിയാ. ഹിപ് ഹോപ്പ് ഹാപ്പി ഹാപ്പി ബൂം. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ബനാന കഴിക്കായിരുന്നു.
ആ അത് കണ്ടപ്പോഴേ തോന്നി. എന്താ വിളിച്ചത്? അതും കാലത്ത് തന്നെ. ദാ അവിടെ ഒരു ഹില്ലുണ്ട്. ഗാർഡൻ ഹിൽ നിറയെ പക്ഷികളും ശലഭങ്ങളും ഉണ്ട്. അതെയോ? നിങ്ങൾ പോയിട്ടുണ്ടോ മുൻപ്? പോയിട്ടില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെങ്ങനെ? ഫോട്ടോ കണ്ടോ അതോ വീഡിയോ? അല്ല, അതൊന്നുമല്ല. ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടതാ. അത് കൊള്ളാമല്ലോ സെയിം. സ്വപ്നം യാഥാർത്ഥ്യമാണെന്ന് കരുതിയിരിക്കുകയാണോ? അത് സംഭവിക്കില്ല. നോ ഹാപ്പി, ഗ്രാൻഡ്പ പറഞ്ഞു അങ്ങനെ ഒരു ഹില്ലുണ്ടെന്ന്. ആളുകളൊന്നും ഇല്ലാത്ത ഒരു ഹില്ലാണെന്ന്. ഞങ്ങളെ അവിടെ ഒന്ന് കൊണ്ടുപോകുമോ ഹാപ്പി, പ്ലീസ്? മമ്മ സമ്മതിക്കോ? പെർമിഷൻ ഒക്കെ ഞങ്ങൾ എടുത്തോളാം. ഹാപ്പി റെഡിയാണോ? അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. അത് വേണോ? അവിടെ നിറയെ ബനാന കിട്ടുമെന്നാ ഗ്രാൻഡ്പ പറഞ്ഞത്. ഹായ് ബനാന, എങ്കിൽ ഞാൻ റെഡി. ഇന്ന് മമ്മിയോട് ചോദിച്ചിട്ട് വാ. താങ്ക് യു ഹാപ്പി. വൗ നാമി, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ സ്ഥലം. ശരിക്കും ഒരു മാറ്റമില്ലല്ലോ. വാട്ട് എ പ്ലേസ്. ഇത്രയും ഭംഗിയുള്ള സ്ഥലമായിട്ടും ഇവിടെ ആരും എന്താ താമസിക്കാത്തത്? അതാണ് ലുവായ്, ഞാനും ഇത്രയും സമയം ആലോചിച്ചത്. ചിലപ്പോ ഈ ഹില്ലിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. എന്ത് കുഴപ്പം? സെയിം സ്വപ്നത്തിൽ കണ്ട കെട്ടിടം ഇവിടെ ഉണ്ടോന്ന് നോക്കാം ആദ്യം. ശരിയാ, പക്ഷെ ആ കെട്ടിടം കാണുന്നില്ലല്ലോ. സെയിം കണ്ടത് സ്വപ്നല്ലേ, ഇത് റിയലും. പക്ഷെ ബാക്കിയെല്ലാം സത്യമാണല്ലോ. ദാ കണ്ടില്ലേ, ബേർഡ്സ്, ബട്ടർഫ്ലൈസ് എല്ലാം. അല്ല, അങ്ങനെ ഒരു കെട്ടിടം ഉണ്ട്. ദാ ആ മരങ്ങൾക്ക് പിന്നിൽ നോക്ക്. മൈ ഗോഡ്, അപ്പൊ ഞാൻ സ്വപ്നത്തിൽ കണ്ടതെല്ലാം റിയൽ ആയി സംഭവിച്ചിരിക്കുന്നു. ഓടിവാ, നമുക്ക് ആ കെട്ടിടം കാണാം. ഹായ്, നല്ല രസമുള്ള കെട്ടിടം. സെയിം, നീ സ്വപ്നത്തിൽ കണ്ട കെട്ടിടം ഇത് തന്നെയാണോ? അതെ ലാമി, ഇത് തന്നെ, ഒരു വ്യത്യാസവുമില്ല. ദാ ആ കാണുന്ന വാതിലിലൂടെയാ ഞാൻ അകത്തേക്ക് കടന്നത്. എങ്കിൽ വാ, നമുക്ക് അകത്ത് കയറാം. നോ, സെയിമിന്റെ ഡ്രീം ഇതുവരെ സത്യമായെങ്കിൽ അതും സത്യമായിരിക്കും. നമ്മൾ അതിനകത്ത് പെട്ടുപോകും. അതെ ഹാപ്പി, നമുക്ക് അതിനകത്ത് കയറണ്ട. ചിലപ്പോ അവിടെ വല്ല ഗോസ്റ്റും ഉണ്ടെങ്കിലോ? ഗോസ്റ്റ്? യെസ്, അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അതൊന്നും അറിയണം. ഞാൻ കെട്ടിടത്തിനകത്ത് കയറി നോക്കാം. അത് വേണോ ഹാപ്പി? അപകടമാവും. അതെ, വേണ്ട ഹാപ്പി, നമുക്ക് തിരിച്ചു പോവാം. നിങ്ങൾ ഇങ്ങനെ പേടിക്കാതെ, ഞാൻ ഹാപ്പി കിഡല്ലേ. അത് ശരിയാ, ഹാപ്പിക്ക് കുറെ പവർ ഉള്ളതല്ലേ. എന്നാലും ഡോണ്ട് വറി, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. ഞാൻ അകത്ത് പോയി നോക്കിയിട്ട് ഇപ്പൊ വരാം. ഓക്കേ? ഓക്കേ ഹാപ്പി. അയ്യോ ഹാപ്പി, തുറക്കണ്ട, ഞങ്ങൾക്ക് പേടിയാവുന്നു. നിന്നെ ഞാൻ നീ എങ്ങനെ പുറത്തു വന്നു?
താൻ ഗോസ്റ്റ് ആണെങ്കിൽ ഈ ഹാപ്പി കിഡ് അതുക്കും മേലെയാ. ദാ കണ്ടോ? ഇനിയും വേണോ? നിന്നെ ഞാൻ എവിടേക്ക് പോയി? ഞാനിവിടെ ഉണ്ട്, തിരിഞ്ഞു നോക്ക്. എന്താണിത്? ഗോസ്റ്റ് ഹാപ്പി കിഡ് മനുഷ്യനല്ല, ഗോസ്റ്റുകളുടെ രാജാവാണ്. ക്ഷമിക്കണം പ്രഭോ. ക്ഷമിച്ചിരിക്കുന്നു. ഇനി മേലിൽ ആ ഗോസ്റ്റ് വില്ലയിൽ നിന്നും പുറത്തിറങ്ങിയ നിന്നെ ഞാൻ... അയ്യോ ഇല്ല, ഞാൻ ഇനി പുറത്തു വരില്ല. എങ്കിൽ പോ, അകത്ത് പോ. ഇനി ഈ കെട്ടിടത്തിൽ ആര് കയറിയാലും നീ ഉപദ്രവിക്കുന്നതിനു പകരം അവരെ സൽക്കരിക്കണം, കേട്ടല്ലോ? കേട്ടേ. ഹാപ്പി, എങ്കിൽ എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താ? നമുക്കൊന്ന് കയറി നോക്കിയാലോ? അത് വേണോ? ശരിയാ, ഗോസ്റ്റ് എന്നോട് കള്ളം പറഞ്ഞതാണോന്ന് അറിയാമല്ലോ. താങ്ക്സ് ഗോസ്റ്റ്. വെൽക്കം.